ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റി ട്രേസർ അല്ലെങ്കിൽ ഓവർസീ ഗ്രേഡ് 3 പോസ്റ്റിലേക്കുള്ള എക്സാം ഡേറ്റ് മാറ്റിവെച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് എക്സാം ഡേറ്റ് മാറ്റിവെച്ചതെന്ന് ചോദിച്ചാൽ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ ഒരു എക്സാം മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. സിലബസ് വന്നപ്പോൾ അതിൽ ഫുൾ സിവിൽ ടോപ്പിക്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ എന്തായാലും അത് PSC കറക്റ്റ് ചെയ്തിട്ട് മെക്കാനിക്കൽ ടോപ്പിക്സ് കൂടെ ആഡ് ചെയ്തിട്ട് പുതിയ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സെപ്റ്റംബർ ലാസ്റ്റിലായിരുന്നു ഈ എക്സാം നടത്താനിരുന്നത്. അതാണ് പോസ്റ്റ്പോൺ ചെയ്ത് വേറെ ഏതോ ഒരു ടൈമിലേക്ക് ആക്കിയിട്ടുണ്ട്. എപ്പോഴാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എന്തായാലും സെപ്റ്റംബറിൽ കാണത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒക്ടോബറിലോ നവംബറിലോ ആയിരിക്കും ആ ഒരു എക്സാം വരുന്നത്. ചിലപ്പോൾ അതിലും ഡിലേ ആകാം. എന്തായാലും നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു കറക്റ്റായിട്ട് സിലബസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം സിവിലും മെക്കുമായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? മെക്കും സിവിലുമായിട്ടുള്ള സിലബസ് തന്നെ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം, ആ സിലബസിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കുറച്ച് അഡീഷൻസ് ഒക്കെ അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ സിലബസ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സിലബസ് നോക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒട്ടനവധി വേക്കൻസികൾ വരുന്ന ഒരു എക്സാം ആണിത്. അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ഒത്തിരി പേർക്ക് അഡ്വൈസ് കിട്ടിയ അല്ലെങ്കിൽ ജോലി ലഭിച്ച ഒരു പോസ്റ്റ് ആണിത്. ഏകദേശം 1000-ൽ കൂടുതൽ അല്ലെ 1500ഓളം ടോട്ടൽ സ്ട്രെങ്ത് വരുന്ന ഒരു റാങ്ക് ലിസ്റ്റും 1000-ൽ കൂടുതൽ അഡ്വൈസുകളും പോയ ഒരു പോസ്റ്റ് ആണ് കേരള വാട്ടർ അതോറിറ്റി ഓവർസീ ഗ്രേഡ് 3 എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തൊന്നും ഇല്ല, നിങ്ങൾ കൺഫർമേഷൻ ഒക്കെ കൊടുത്തു, എന്നിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തൊന്നും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഇനിയും താമസിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഒരവസരം കൂടെ കിട്ടിയിരിക്കുകയാണ്. ലാസ്റ്റ് ടൈമും ഇതുപോലെ തന്നെയായിരുന്നു. ഈ ഒരു എക്സാം ഡേറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് 2-3 പ്രാവശ്യം മാറ്റി വെച്ചിട്ടാണ് ലാസ്റ്റ് ടൈമും ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും കുറച്ച് സമയം കൂടെ കിട്ടിയിരിക്കുകയാണ്. ഇതുവരെയും പ്രിപ്പയർ ചെയ്യാത്തവർ അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചവർക്കൊക്കെ ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ സിലബസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ കവർ ചെയ്യാവുന്ന ടോപ്പിക്സ് ആണ്. ഈ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ നമുക്കൊരു നിമി ടെക്സ്റ്റ് ബേസ് ചെയ്താണ് നമുക്കിത് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിലബസ് ആണിത്. കുറച്ച് സബ്ജക്ട്സ് ഒക്കെ ആഡ് ആയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ എന്തായാലും നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. ആദ്യമേ തന്നെ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. നമുക്കറിയാം ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ ലെവൽ എക്സാമ്പിളുടെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. 10 മാർക്ക് വെയിറ്റേജ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഇത് മാത്രമല്ല, ഡ്രോയിങ്ങുമായിട്ട് അല്ലെങ്കിൽ ഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ടോപ്പിക് കൂടെ അവിടെ ആഡ് ആവുന്നുണ്ട്. അത് ഞാൻ പറയാം. അതൊരു 5 മാർക്കിനാണ്. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം 15 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, എളുപ്പത്തിൽ തീർക്കാവുന്ന ടോപ്പിക്കാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഈ ഡ്രോയിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് കാണാനുള്ള ഒരു ശ്രമം അവിടെ നടത്തിയാൽ മതി. പഠിക്കാനൊക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് കാണാനുള്ളൊരു ശ്രമമാണ് ഈ ഒരു മേഖലയിൽ നമുക്ക് വേണ്ടത്. ഓക്കെ, രണ്ടാമത് വരുന്നത് യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ. ഓക്കെ, ഇത് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ACD പോലുള്ള എക്സാമുകൾക്കൊക്കെ ഈ ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് ടൈം ഈ ഒരു ടോപ്പിക് ഇല്ലായിരുന്നു. അപ്പൊ എന്തായാലും ഇതും വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്, അതുപോലെ പെരിമീറ്ററിന്റെ അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ഒക്കെ പെരിമീറ്ററും ഏരിയയും അതിന്റെയൊക്കെ ഇക്വേഷൻസ് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. വോളിയം ഓഫ് സോളിഡ്സിന്റെ വോളിയം, അതിന്റെ ഫോർമുലയൊക്കെ പഠിക്കുക, അതിന്റെ ചെറിയ ചെറിയ പ്രോബ്ലംസും അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. 6 മാർക്കാണ് അവിടെ വെയിറ്റേജ് വന്നിരിക്കുന്നത്. ഓക്കെ, 6 മാർക്കാണ് വെയിറ്റേജ്. ഓക്കെ, അടുത്തായിട്ട് ഓട്ടോക്യാഡ് 8 മാർക്കാണ് അവിടെ വെയിറ്റേജ് വന്നിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത്. കുറച്ച് കമാൻഡ്സും കുറച്ച് ഷോർട്ട് കട്ട്സും ഷോർട്ട് കീസും ഒക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് ടേബിളുകളൊക്കെ പഠിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഈ ഷോർട്ട് കട്ട്സും ഈ കമാൻഡ്സും ഒക്കെ കുറേ ടേബിളുകളാക്കി കാണാതെ പഠിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഓട്ടോക്യാഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ 3 മോഡ്യൂളുകളും അല്ലെങ്കിൽ 3 സബ്ജക്റ്റുകളും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ്. സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഒരുപോലെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന സബ്ജക്റ്റുകളാണ്. എളുപ്പത്തിൽ പഠിക്കാവുന്ന ടോപ്പിക്കാണ്. അടുത്തത് ഇനി സിവിലിന്റെ ടോപ്പിക്സ് ആണ് വരുന്നത്. സർവേയിങ് സിവിലിന്റെ ഒരു മെയിൻ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ സിവിലുകാർ എല്ലാ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. മെക്കാനിക്കലുകാർക്ക് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ടോപ്പിക്ക് നമുക്ക് അവിടെ കവർ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും ബാക്കിയുള്ള സബ്ജക്റ്റുകൾ മോഡ്യൂളുകൾക്ക് വന്ന ആ ഒരു ടൈം അഡ്വാൻറ്റേജ് ഏതിന് യൂസ് ചെയ്യണം? ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ വെയിറ്റേജ് കൂടുതലായിട്ടുള്ള ഏരിയ, നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടാത്തതായിട്ടുള്ള സിവിൽ പോർഷൻ ഒക്കെ വേണം എന്ത് ചെയ്യണം മെക്കാനിക്കലുകാർ പ്രിപ്പയർ ചെയ്യാൻ.
തിരിച്ച് സിവിലുകാർ എന്ത് ചെയ്യണം, മെക്ക് ടോപ്പിക്കുകളും അതുപോലെ കൂടുതൽ സമയം കൊടുത്തിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും സർവേയിങ് നമുക്കറിയാം, കൺവെൻഷണൽ സർവേയിങ്ങിൻ്റെ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോടെ പഠിക്കണം. അതുപോലെ ചെയിൻ സർവേയിങ്, കോമ്പസ് സർവേയിങ്, പ്ലെയിൻ ടേബിൾ ലെവലിംഗ്, അതുപോലെ തിയോഡലൈറ്റ് സർവേ, അതൊക്കെ നമ്മൾ അത്യാവശ്യം പഠിക്കണം. ലാസ്റ്റ് ടൈം ഈ തിയോഡലൈറ്റ് സർവേ എന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ടാണ് ലാസ്റ്റ് ടൈം സർവേയിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഡീപ്പായിട്ടെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ നോക്കാത്ത ഏരിയയിൽ നിന്നാണ് ചോദിച്ചതെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും സർവേയിങ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. 9 മാർക്ക് വെയിറ്റേജും ഉണ്ട്. അടുത്തത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. ഈ പറയുന്ന പോലെ തന്നെ സിവിലുകാർ എല്ലാ എക്സാമിനും പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കുറേ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. മെക്കാനിക്കലുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നല്ല സമയം കൊടുത്ത് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പക്ഷെ വളരെ എളുപ്പമാണ്, എളുപ്പം പഠിക്കാം, ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതൊരു റിപ്പീറ്റഡ് ആയിട്ട് ആ ക്ലാസ്സുകൾ കാണുകയോ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് റിവിഷൻ നടത്തുകയോ ചെയ്യണം. അതുപോലെ കുറേ ക്വസ്റ്റ്യൻസും കണ്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠനം കുറച്ചുകൂടെ എളുപ്പമാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കുറച്ച് ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതല്ല, അതായത് സമയം കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. 10 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അടുത്തത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ഇവിടെ വരുന്നുണ്ട്. ബിൽഡിംഗ് റൂൾസ്, ബൈലോസ്, എസ്റ്റിമേഷൻ, റേറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ. അപ്പോൾ ഒത്തിരി ടോപ്പിക്കൊന്നുമില്ല, വളരെ കുറച്ച് ടോപ്പിക്ക് ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിക്കും അത്യാവശ്യം മെക്കാനിക്കലുകാർക്ക് കുറച്ച് ട്രിക്കി ആയിരിക്കും. ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കവർ ചെയ്യേണ്ടി വരും. അടുത്ത ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. അപ്പോൾ ഇറിഗേഷൻ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇറിഗേഷനിൽ ബേസിക് ആയിട്ട് ഇറിഗേഷനിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് പഠിക്കണം. പിന്നെ അതുപോലെ ഇതിനകത്ത് വരുന്നത് ഹൈഡ്രോളിക്സ്, FM റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, മെഷർമെന്റ് ഓഫ് പ്രഷർ, ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി. അതും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഇതും അധികം ഈ പറയുന്ന സർവേയിങ്ങിൻ്റെ കൂട്ടോ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കൂട്ടോ ഒന്നും സമയം പോകുന്ന ഒരു ടോപ്പിക് അല്ല. ഈ തന്നേക്കുന്ന ടോപ്പിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം മതി നമുക്കത് ക്രാക്ക് ചെയ്യാൻ. ഓക്കെ, ഇതിൽ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, മെഷർമെന്റ് ഓഫ് പ്രഷർ എന്നൊക്കെ പറയുന്നത് രണ്ട് ബ്രാഞ്ചുകാർക്കും, മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും ഒരേപോലെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി തരുന്ന ടോപ്പിക്കുകളാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പം 9 മാർക്കാണ് അവിടെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അടുത്തത് മെക്കാനിക്കൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ അവർ ആഡ് ആക്കിയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഈ ഒരു ഇനിയും പറയാൻ പോകുന്ന ടോപ്പിക്കിലാണ് അവർ PSC വീണ്ടും ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മോഡ്യൂൾ 1 എന്ന് പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ H എന്ന് പറയുന്നതാണ് മോഡ്യൂൾ. ഓക്കെ, എന്തായാലും അതിൽ അവർ കൊടുത്തേക്കുന്നത് ഡെവലപ്മെന്റ് ആണ്. ഗ്രാഫിക്സുമായിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ആണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതും കോമൺ ആയിട്ട് ഉള്ള സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, കാര്യം ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കാനുണ്ട്. അതുപോലെ ഇനി പറയാൻ പോകുന്നത് മെക്കാനിക്കലിൻ്റെ ടോപ്പിക്സ് ആണ് കോറായിട്ട്. അതിലാദ്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റ്നസ്, വെൽസ് ആൻഡ് ലോക്കിംഗ് ഡേയ്സ്. അപ്പോൾ ഫാസ്റ്റ്നസ് എന്ന് പറയുന്നത് തന്നെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള ടോപ്പിക്ക്. സ്ക്രൂ ത്രെഡും കാര്യങ്ങളുമൊക്കെ നമുക്ക് പഠിക്കണം. സ്ക്രൂ ത്രെഡിൻ്റെ നോമൻക്ലേച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. പിച്ച് എന്താണ്, ലീഡ് എന്താണെന്നൊക്കെ പറയുന്ന കുറച്ച് ബേസിക് സാധനങ്ങളൊക്കെയാണ്. എളുപ്പമാണ്, ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നേ ഉള്ളൂ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയ എന്നൊക്കെ കണ്ടുവരുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, സ്ഥിരമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. പക്ഷെ അത് നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എളുപ്പത്തിൽ പഠിക്കാവുന്ന ടോപ്പിക്കാണ്. 3 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. സ്ക്രൂ ത്രെഡ്സ് ഉണ്ട്, ബോൾട്ട് ഉണ്ട്, നട്ട് ആൻഡ് ബോൾട്ട്, അതിൻ്റെ ടൈപ്പും കാര്യങ്ങളും അതിൻ്റെ പ്രൊപ്പോർഷൻസും അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്, എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. അടുത്തായിട്ട് വെൽസ് വന്നിട്ടുണ്ട്. വെൽഡഡ് ജോയിൻസിനെ പറ്റിയാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. വെൽഡിംഗ് പ്രോസസ്സോ ഒന്നും പറയുന്നില്ല. വെൽഡഡ് ജോയിൻസ്, ടൈപ്പ് ഓഫ് വെൽഡഡ് ജോയിൻസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. ബഡ് ജോയിന്റ്, ലാബ് ജോയിന്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. വെയിറ്റേജ് 2 മാർക്കാണ്. അപ്പോൾ ഫാസ്റ്റ്നേഴ്സിന് രണ്ടുകൂടെ നമുക്ക് എന്താണ് 5 മാർക്ക് വെയിറ്റേജ് ആണ് അവിടെ വരുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അടുത്തത് ലോക്കിംഗ് ഡിവൈസും ആ ഒരു മോഡ്യൂളിൽ തന്നെ വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് ഡിവൈസസ്, മെഷീൻ സ്ക്രൂസ്, ക്യാപ് സ്ക്രൂസ്, ഈ പറയുന്ന സ്ക്രൂ ത്രെഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, ബോൾട്ട്, അതെല്ലാം കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ 3 മാർക്ക് അവിടെ വെയിറ്റേജ് വരുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് പൈപ്പ് ജോയിൻസ് ആൻഡ് റിവറ്റഡ് ജോയിൻസ് ആണ്. ഓക്കെ, മെക്കാനിക്കൽ ടോപ്പിക്കാണ്. അപ്പോൾ പൈപ്പ് ജോയിൻസിൽ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ജോയിൻസ് പഠിക്കണം. അപ്പോൾ അതിൽ ഉള്ള ഒരു ജോയിൻ്റ് ആണ് എക്സ്പാൻഷൻ ജോയിൻറ്റ്, ലൂപ്പ് ആൻഡ് അതർ പൈപ്പ് ഫിറ്റിംഗ്സ്. പൈപ്പ് ഫിറ്റിംഗ്സ് പഠിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ് ഉണ്ട്, എൽബോസ് അല്ലെങ്കിൽ T അങ്ങനെ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ് ഉണ്ട്, അതൊക്കെ പഠിക്കണം. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒത്തിരി പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ, അല്ലാണ്ട് ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ആ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് പഠിക്കാനില്ല, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അടുത്തത് റിവറ്റഡ് ജോയിൻറ്റ്, ടൈപ്പ് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്സ്. റിവറ്റഡ് ജോയിൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവറ്റ് ജോയിൻറ്റ്,
ലാബ് ജോയിന്റ് ആണോ, ബഡ് ജോയിന്റ് ആണോ, അല്ലെങ്കിൽ സിംഗിൾ റിവറ്റ് ആണോ, ഡബിൾ റിവറ്റ് ആണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ആ ബേസിക് ആയിട്ട് അത് ഏതൊക്കെ കാറ്റഗറി ആണെന്ന് ഓർത്തിരുന്നാൽ, ഏതൊക്കെ ടൈപ്പുകളാണെന്ന് ഓർത്തിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഉത്തരങ്ങളെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ടോപ്പിക്കാണ്. നമുക്ക് 3 മാർക്കാണ് വെയിറ്റേജ് അവിടെ വരുന്നത്. മൊഡ്യൂൾ 3ലേക്ക് വരുമ്പം പവർ ട്രാൻസ്മിഷനാണ്. ബെൽറ്റ് ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, പിന്നീട് ബെൽറ്റ് ഡ്രൈവും ഗിയർ ഡ്രൈവുമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലെന്താണ് കുറച്ച് ബേസിക് ഡെഫിനേഷൻസ് ഒക്കെ പഠിക്കാനാണ്. എന്താണ് സ്ലിപ്പ്, എന്താണ് ക്രീപ്പ്, വെലോസിറ്റി ഓഫ് ബെൽറ്റ് ഇൻഡിക്കേഷൻ എന്താണ് ആർക്ക് ഓഫ് കോൺടാക്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ടൈപ്പ് ഓഫ് ബെൽറ്റുകളുണ്ട്. ഓക്കെ, അതിൻ്റെ ക്രോസ് സെക്ഷനൊക്കെ അനുസരിച്ച് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ ഒത്തിരി ടോപ്പിക്കുകളൊന്നുമില്ല, വളരെ കുറച്ച് ഏരിയ ഉള്ളൂ, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. 4 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഗിയർ ഡ്രൈവ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ് ആണ് വരുന്നത്. ഹെലിക്കൽ ഗിയർ, സ്പർ ഗിയർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഗിയറിൻ്റെ നോമൻക്ലേച്ചർ പഠിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. കുഴപ്പമില്ലാത്തൊരു ടോപ്പിക്കാണ്. 3 മാർക്കാണ് അവിടെ വെയിറ്റേജ് വരുന്നത്. അടുത്തായിട്ട് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കൊന്നും ലാസ്റ്റ് ടൈം ഇല്ലാത്ത ടോപ്പിക്കാണ്. അപ്പോൾ അതെന്താണ്, ബേസിക് ആയിട്ട് ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ബേസിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഹൈഡ്രോളിക് സിസ്റ്റം, അതിൻ്റെ കമ്പോണൻസും, ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഹൈഡ്രോളിക് ജാക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഫംഗ്ഷനും ഒക്കെ പഠിക്കണം. ഹൈഡ്രോളിക് ആക്ച്വേറ്റർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. DC വാൽവ്, നോൺ റിട്ടേൺ വാൽവ്, ഇതെല്ലാം അതിൻ്റെ കമ്പോണൻസ് ആണ്. അതും അതിൻ്റെ സിമ്പിളും അതിൻ്റെ വർക്കിങ്ങും ഒക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഈ ന്യൂമാറ്റിക്സ് ഉൾപ്പെടെ, ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നമുക്ക് എന്താണ് അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഒരു പുതിയ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അധികം ലാസ്റ്റ് ടൈം എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവർ കാണുന്ന ഒരു ടോപ്പിക് ആയിരിക്കത്തില്ല എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തായിട്ട് ലിമിറ്റ്, ഫിറ്റ് ആൻഡ് ടോളറൻസ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഉള്ള ടോപ്പിക് തന്നെയാണ്. അപ്പോൾ എന്താണ് ലിമിറ്റ്, എന്താണ് ഫിറ്റ്, എന്താണ് ടോളറൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് അതിൻ്റെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ അതിൻ്റെ സിമ്പിൾസ് എങ്ങനെയാണ് നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് എന്താണ് 6ാമത്തെ മൊഡ്യൂൾ, ലിമിറ്റ്, ഫിറ്റ് ആൻഡ് ടോളറൻസ്. കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, പക്ഷേ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനമാണ്, പക്ഷേ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ബിയറിങ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിയറിങ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഓരോ ടൈപ്പ് ഓഫ് ബിയറിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ഓരോ ബിയറിങ്ങും ഏത് ടൈപ്പ് ലോഡുകളാണ് അവിടെ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബിയറിംഗ് ആണ് ലാസ്റ്റ് ടോപ്പിക്ക്. കുറച്ച് ക്ലാസിഫിക്കേഷനും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. നമുക്ക് 4 മാർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടോട്ടൽ സിലബസിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നവർ ഇതിൽ കുറേ അധികം ടോപ്പിക്കുകൾ നമ്മൾ ആ ഒരു പക്കാ സിലബസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇതിൽ വളരെ കുറച്ച് ടോപ്പിക്കുകളെ ആഡ് ആയിട്ടുള്ളൂ, ചെറിയ വ്യത്യാസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും 2 കൂട്ടർക്കും ഒരുപോലെ അഡ്വാൻറ്റേജ് വരുന്ന ഒരു സിലബസ് തന്നെയാണിത്. ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ തന്നെ എക്സാം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 2 കൂട്ടർക്കും ഒരുപോലെ അഡ്വാൻറ്റേജ് വരുന്ന ഒരു ടോപ്പിക്കാണ്. മെക്കാനിക്കലുകാർ പക്ഷേ എന്താ ശ്രദ്ധിക്കുക, സിവിലിന്റെ ഏരിയാസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. സർവേയിങ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതുപോലെ ഇറിഗേഷൻ, എസ്റ്റിമേഷൻ, ആ ടോപ്പിക്കുകളൊക്കെ കുറച്ച് സമയം കണ്ടെത്തി നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കാൻ ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സിവിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, ഓവർസിയർ ഗ്രേഡ് 2, ഗ്രേഡ് 3, ഈവൻ ഗ്രേഡ് 1 ലെവലിൽ ചോദിച്ചേക്കുന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഈ ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊരു എഫേർട്ട് ഇടുക. സിവിലുകാർ എന്ത് ചെയ്യുക, ഈ പറയുന്ന മെക്കാനിക്കൽ ടോപ്പിക്സിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ട, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചില ടോപ്പിക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പവർ ട്രാൻസ്മിഷൻ, അതുപോലെ ഫാസ്റ്റ്നസ്, ആ ഒരു ഏരിയ ഒക്കെ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഏരിയ ആയിരിക്കത്തില്ല. അപ്പോൾ അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഏണസ്റ്റ് അക്കാഡമി ഈ ഒരു പർട്ടിക്കുലർ സിലബസ് നമുക്കൊരു 75 ഡേയ്സ് കൊണ്ട് എങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള സ്റ്റഡി പ്ലാൻ വെബിനാർ നിങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെയാണ് ആ വെബിനാർ, നാളെ വൈകുന്നേരം 8 മണിക്കാണ് ആ വെബിനാർ. അപ്പോൾ അതിൽ പങ്കെടുത്താൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകളുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഐഡിയ കിട്ടാനും, അല്ലെ സിവിലുകാർക്ക് മെക്കാനിക്കൽ ടോപ്പിക് എങ്ങനെ കവർ ചെയ്യണമെന്നും മെക്കാനിക്കൽ സ്റ്റുഡൻസിന് സിവിലിന്റെ ഏരിയ എങ്ങനെ കവർ ചെയ്യണമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ക്ലിയർ ഐഡിയ അവിടെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റിയാണ് നിങ്ങൾക്ക് ആ വെബിനാർ എടുക്കുന്നത്. അപ്പോൾ വെബിനാറിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഈ 75 ഡേയ്സ് കൊണ്ട് നമുക്ക് ഇത് പഠിച്ചും തീർക്കണം, അല്ലേ? സ്റ്റഡി പ്ലാൻ മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ഇത് കവർ ചെയ്തും തീർക്കണം. അപ്പോൾ ആ രീതിയിൽ ഒരു കോഴ്സ്, നമ്മളൊരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം, അല്ലെ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സാമിനൊന്നും പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ലോ ആയിട്ട് നിൽക്കുകയായിരുന്നു, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു സിലബസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. രണ്ട് കൂട്ടർക്കും ഒരുപോലെ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു എക്സാം തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇനിയും നിങ്ങളുടെ പഠനം നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.